കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ. ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി പാപ്പാന്മാർ നടത്തുകയായിരുന്നു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഈ ഊട്ടോളി മഹാദേവൻ തകർത്തിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. നേരത്തെ പാപ്പാന്മാർ ആനയുടെ പിൻകാലുകളിൽ വളയമിട്ട് അത് ആ കയർ മറ്റൊരു തെങ്ങിലേക്ക് കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആന അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകളെ വിരട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും. ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്യാംകുമാർ നമ്മളോടൊപ്പം ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ഈ ആന ഇടഞ്ഞിട്ട് ഇപ്പോൾ ഏതാനും മണിക്കൂറുകളായി, തളയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? ഗോപികൃഷ്ണൻ, ഈ ആനയെ ഇതുവരെ തളയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1.5 മണിക്കൂറിലധികമായി ആന ഇവിടെ ഇടഞ്ഞ് ഈ ക്ഷേത്രമുറ്റത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ എലിഫന്റ് സ്ക്വാഡ് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ പിൻകാലുകളിൽ 2 തവണ കുടുക്കിട്ട് അതിനെ പിടിക്കാനായിട്ടുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ ആ കുടുക്കുകൾ പൊട്ടിച്ചുകൊണ്ട് ആന വീണ്ടും ഈ ക്ഷേത്രമുറ്റത്തും തൊട്ടുമുറ്റത്തുള്ളത് സംസ്ഥാന പാതയാണ്. സംസ്ഥാന പാതയിലേക്ക് വരെ ഓടിക്കയറുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. വീണ്ടും അത് ആദ്യം ഇടഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ആനയെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് തന്നെ അത് എത്തുകയും അവിടെ തളയ്ക്കാൻ ശ്രമിക്കുന്ന പാപ്പാന്മാർക്കിടയിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനോദയം ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ ആനയെ വൈകുന്നേരം ക്ഷേത്രത്തിലെ ചടങ്ങിന് വേണ്ടി കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതിനിടയിൽ ഒരു പാപ്പാൻ ഈ ആനയെ തല്ലിയിരുന്നു. അതോടുകൂടിയിട്ടാണ് ഈ ആന ഇടഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ആനയെ നിയന്ത്രിക്കാനേ കഴിഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന 3 വാനുകൾ, ഒരു വാനും 2 കാറുകളും ഉൾപ്പെടെ കുത്തിമറിച്ച് പൂർണ്ണമായും തകർത്തു. നിരവധി ബൈക്കുകളാണ് തല്ലി തകർത്തത്. അപ്പോൾ തൊട്ട് പാപ്പാന്മാർ ഈ ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1.5 മണിക്കൂറിന് ശേഷവും ഇതുവരെ അത് സാധിച്ചിട്ടില്ല. എലിഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവർക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ജനവാസ മേഖലയാണ്. പോലീസ് എത്തി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. അത് വലിയൊരു പ്രതിസന്ധിയും വെല്ലുവിളിയും കൂടിയാണ്. കാരണം ആന ഇടഞ്ഞ് 1.5 മണിക്കൂർ കഴിയുമ്പോഴും അതിനെ തളയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. ഈ ചുറ്റുവട്ടമുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ചുറ്റുമുള്ളത് വീടുകളും താമസക്കാരുമൊക്കെയാണ്. അവിടെയൊക്കെ ആളുകൾ ഇതിനെ തളയ്ക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ ആന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ നാലമ്പലത്തിന് പുറത്ത് അതിങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനടുത്തേക്ക് ചെല്ലാനായിട്ട് പോലും പാപ്പാന്മാർക്ക് സാധിക്കുന്നില്ല. ഒരു പാപ്പാനോടാണ് അത് കൂടുതൽ ദേഷ്യം കാണിക്കുന്നത്. ആ പാപ്പാനെ കാണുമ്പോൾ അത് കുത്തി ഓടിക്കാൻ വേണ്ടി പോലെ ഓടി അടുക്കുകയാണ്. നേരത്തെ എലിഫന്റ് സ്ക്വാഡിലെ ജീവനക്കാർ ഉൾപ്പെടെ അതിനെ പല തവണ തളയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1.5 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ആന ഇടഞ്ഞിട്ട്. മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. നിലവിൽ ഇവിടെ ഈ റോഡിലൂടെ, പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിൽ സംസ്ഥാന പാതയാണ്. ഇടക്കൊച്ചി അരൂർ ദേശീയപാതയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്ന ആ ഇടത്തേക്ക് തന്നെ ആന നേരത്തെ ഓടിക്കയറി വന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകരും കണ്ടതാണ്. ഏതായാലും നിലവിൽ ആ ആന ആ ലോറി ഉൾപ്പെടെ തകർത്തുകൊണ്ട് അങ്ങോട്ട് നേരത്തെ അക്രമം കാണിച്ച ഭാഗത്തേക്ക് തന്നെ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോഴേ എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ ഇതുവരെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ്. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നിരവധി വാഹനങ്ങൾ ഈ ആന തകർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ അഭിജിത്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. എസ് ശ്യാംകുമാർ അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയാണ്. ഒരു പാപ്പാനെ കാണുമ്പോഴാണ് ആന കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ആന അവിടെ ആളുകളെ ആകെ വിരട്ടി നിർത്തിയിരിക്കുന്നു. ആ രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടിട്ടും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതല്ലാതെ ആനയെ തളയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ്. ആളുകളെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ പ്രകോപിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം വ്യക്തമല്ല. നിരവധി വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്. ആനയെ കൊണ്ടുവന്ന ലോറി അടക്കം ഊട്ടോളി മഹാദേവൻ തകർത്തു. ഇപ്പോഴും ആന ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. ആർക്കും വഴങ്ങാതെ ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പൻ അവിടെ ഇടഞ്ഞു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നേരത്തെ ആന വാഹനങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇപ്പോൾ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആന കാറ് തൂക്കിയെടുത്ത് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആനയെ കൊണ്ടുവന്ന ലോറി തന്നെ ആന നശിപ്പിച്ചു. ഒരു ബൈക്കും 2 ബൈക്കുകളും അതുപോലെ സൈക്കിളും ഒക്കെ ആ പ്രദേശത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ ആന നശിപ്പിച്ചിട്ടുണ്ട്. ഒരു പാപ്പാനോടാണ് ആനയ്ക്ക് വിരോധമുള്ളത് എന്ന് തോന്നുന്നു. കാരണം ആ പാപ്പാനെ കാണുമ്പോൾ ആന കൂടുതൽ അക്രമാസക്തനാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ്
ആ വിവരമാണ് ഇപ്പോൾ എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ക്യാമറ പേഴ്സൺ അഭിജിത്ത് പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയം.